ഹേ ഗൈസ്, +2 3-dimensional ജോമെട്രിയിൽ നിങ്ങൾ തീർച്ചയായും ചെയ്ത് പഠിച്ചിരിക്കേണ്ട, മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു മസ്റ്റ് വാച്ച് ഐറ്റം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സാധനമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യം ക്വസ്റ്റ്യൻ പറയാം, എന്നിട്ട് അതിലേക്കുള്ള കണ്ടന്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ ക്വസ്റ്റ്യൻ അങ്ങ് സെറ്റ് ആക്കിയേക്കാം. ഫൈൻഡ് ദ വെക്ടർ ആൻഡ് കാർട്ടീഷ്യൻ ഇക്വേഷൻസ് ഓഫ് ദ ലൈൻ through the point 3 minus 5 2 and which is parallel to the vector 2i plus 7j minus 3k. ക്വസ്റ്റ്യൻ കണ്ടല്ലോ. ഇനി ഇത് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടെന്നുള്ളത് പറയാം. അതായത് നമ്മുടെ കയ്യിൽ ഒരു ലൈൻ ഉണ്ട്, ഒരു സ്ട്രെയിറ്റ് ലൈൻ. ഈ ലൈനിന്റെ മേലിൽ ഒരു ഗിവൺ പോയിന്റ്, ഒരു പോയിന്റ് നമുക്കറിയാം, ഒറ്റ പോയിന്റ് നമുക്കറിയാം, അത് x1 y1 z1 എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ്. ഓക്കെ, ഇനി ഇതിന്റെ മേലെ ഏതോ ഒരു ആർബിട്രറി പോയിന്റ് ഉണ്ട്, xyz എന്ന് പറയുന്ന ഏതൊരു പോയിന്റ് ഉണ്ട്. ഓക്കെ, ഈ ലൈനിനോട് പാരലൽ ആയിട്ടുള്ള ഒരു വെക്ടർ ബി ഉണ്ട്. അതിനെ നമ്മൾ ഡയറക്ഷൻ വെക്ടർ എന്നാണ് പറയാം. അതിന്റെ കോൺസ്റ്റൻസ് അല്ലെങ്കിൽ അതിന്റെ സ്കെയിലാർസ് വരുന്നത് ai പ്ലസ് ബി ജെ പ്ലസ് സി കെ എന്നാണ്. ഓക്കെ, ai പ്ലസ് ബി ജെ പ്ലസ് സി കെ എന്നുള്ളതാണ് നമുക്ക് പാരലൽ ആയിട്ട് വരുന്ന ഡയറക്ഷൻ വെക്ടറിന്റെ ഇത് വരുന്നത്. അപ്പൊ x1 y1 z1 നമുക്ക് അറിയാവുന്ന പോയിന്റ്, xyz നമ്മൾ ഏതൊരു പോയിന്റ്, ഏതും ആവാം, ഏത് പോയിന്റ് വേണേലും ആവാം. ബി എന്ന് പറയുന്നത് നമുക്ക് പാരലൽ, ഈ ലൈനോട് പാരലൽ ആണ് എന്ന് പറഞ്ഞു തന്ന ഒരു വെക്ടർ. അങ്ങനെയാണെങ്കിൽ ഈ സ്ട്രെയിറ്റ് ലൈൻ, പച്ച ലൈനിന്റെ വെക്ടർ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ r is equal to a പ്ലസ് ലാംഡ ബി എന്ന് പറയുന്നതാണ്. വെക്ടർ a പ്ലസ് ലാംഡ ഇൻറ്റു വെക്ടർ ബി. അപ്പൊ ഈ വെക്ടർ എ എവിടെ നിന്ന് വന്നു? എടാ മക്കളെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു പോയിന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പൊസിഷൻ വെക്ടർ എഴുതാനുള്ള ഒരു മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, വെക്ടേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ. സോ ഈ തന്നിരിക്കുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ആണ് എ എന്ന് പറയുന്നത്. a is equal to x1i പ്ലസ് y1j പ്ലസ് z1k. x1i പ്ലസ് y1j പ്ലസ് z1k, അതാണ് എന്ത് വെക്ടർ എ എന്ന് പറയുന്ന പൊസിഷൻ വെക്ടർ. ഇതാണ് ഇതിന്റെ വെക്ടർ ഇക്വേഷൻ. ക്ലിയർ ആയോ? വെക്ടർ ഇക്വേഷൻ ഒരു ഗിവൺ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നു, വേറൊരു ലൈനോട് പാരലൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പുതിയ ഈ ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് a പ്ലസ് ലാംഡ ബി ആണ്. ഇനി ഇതിന്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഉണ്ട്, x മൈനസ് x1 ബൈ a is equal to y മൈനസ് y1 ബൈ b is equal to z മൈനസ് z1 ബൈ c എന്നുള്ളതാണ്. ഇത് എവിടുന്നാണ് ഇതൊക്കെ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ x1 y1 z1 എന്താ? x1 y1 z1 എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള പോയിന്റുകളാണ്, അല്ലെ? തന്നിട്ടുള്ള പോയിന്റുകൾ x1 y1 z1. എയും ബിയും സിയും എന്താ? നമ്മുടെ ഡയറക്ഷൻ വെക്ടറിലുള്ള സ്കെയിലേഴ്സ് ആണ്. എയും ബിയും സിയും ഡയറക്ഷൻ വെക്ടറിലുള്ള സ്കെയിലേഴ്സ് ആണ്. ക്ലിയർ അല്ലേ മക്കളെ? സോ x മൈനസ് x1 ബൈ a is equal to y മൈനസ് y1 ബൈ b is equal to z മൈനസ് z1 ബൈ c. ഇത് ഏത് ഇക്വേഷൻ ആണ്? കാർട്ടീഷ്യൻ ഇക്വേഷൻ. പോയിന്റുകൾ വെച്ചിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. സോ ഇതിനെ അതുകൊണ്ട് പറയുന്നതാണ് കാർട്ടീഷ്യൻ ഇക്വേഷൻ. കണ്ടന്റ് കിട്ടി. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഫൈൻഡ് ദ വെക്ടർ ആൻഡ് കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ത്രൂ ദ പോയിന്റ്, അതായത് x1 y1 z1 എന്ന് പറയുന്ന പോയിന്റ് 3 മൈനസ് 5 2 ആണ്. ഓക്കെ, പാരലൽ ടു ദ വെക്ടർ 2i പ്ലസ് 7j മൈനസ് 3k. സോ ai പ്ലസ് bj പ്ലസ് ck എന്ന് പറയുന്ന വെക്ടർ ആണ് 2i പ്ലസ് 7j മൈനസ് 3k. ഓക്കെ, ഒന്നാമത്തത് വെക്ടർ ഇക്വേഷൻ എങ്ങനെ എഴുതാം? വെക്ടർ ഇക്വേഷൻ എങ്ങനെ എഴുതാം? വെക്ടർ ഇക്വേഷൻ എന്തായിരുന്നു? r is equal to a പ്ലസ് ലാംഡ ഇൻറ്റു ബി. എടാ, തന്നിരിക്കുന്ന പോയിന്റ്സ് 3ഉം മൈനസ് 5ഉം 2 ആണെങ്കിൽ അതിന്റെ പൊസിഷൻ വെക്ടർ എന്ത് ചെയ്താൽ മതി? ഓരോന്നിന്റെ കൂടെ ഐയും ജെയും കെയും അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. സോ 3i മൈനസ് 5j പ്ലസ് 2k, ഇതാണ് വെക്ടർ എ, പ്ലസ് ലാംഡ ഇൻറ്റു ബി വെക്ടർ ഓൾറെഡി തന്നിട്ടുണ്ട്, ഇതാണ് നമ്മുടെ വെക്ടർ ബി. സോ 2i പ്ലസ് 7j മൈനസ് 3k. സിമ്പിൾ, ഇത്രയേ ഉള്ളൂ വെക്ടർ ഇക്വേഷൻ. ഇനി നമ്മുടെ കാർട്ടീഷ്യൻ ഇക്വേഷൻ. കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു ഫോമാറ്റ്? എക്സ് മൈനസ് x1 ബൈ a ഈക്വൽസ് y മൈനസ് y1 ബൈ b ഈക്വൽസ് z മൈനസ് z1 ബൈ c. ഓക്കെ, സോ ഇവിടുന്ന് x മൈനസ് x1 എന്ന് പറയുന്ന പോയിന്റ് ഏതാ? നമുക്ക് 3 ആണ്. സോ x മൈനസ് 3 ബൈ a എന്ന് പറയുന്ന പോയിന്റ് നോക്കിക്കേ, ഈ a ഇതാണ് 2. സോ 2 x മൈനസ് 3 ബൈ 2 ഈക്വൽ ടു y മൈനസ് 5 ബൈ 7. എടാ, y മൈനസ് ഓൾറെഡി മൈനസ് അവിടെ ഉണ്ട്, അപ്പൊ എന്താവും? y പ്ലസ് 5 ബൈ 7 എന്നാവും. പിന്നെ z മൈനസ് z1 അല്ലെ, z1 എന്ന് പറഞ്ഞാൽ 2 ആണ്, ബൈ മൈനസ് 3. സോ z മൈനസ് 2 ബൈ മൈനസ് 3. ഇതായിരിക്കും നമ്മുടെ കാർട്ടീഷ്യൻ ഇക്വേഷൻ. വെരി സിമ്പിൾ. അപ്പം ഇവിടുന്ന് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മാറി ചെയ്യണമെങ്കിൽ, അതായത് ചിലപ്പോൾ വെക്ടർ ഇക്വേഷൻ തരും, കാർട്ടീഷ്യൻ ഇക്വേഷൻ ആക്കേണ്ടി വരും, തിരിച്ച് ഇങ്ങോട്ട് ആക്കേണ്ടി വരും. അപ്പൊ ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് വേണ്ടുന്ന സാധനങ്ങൾ, ഈ വേരിയബിൾസ് ഒക്കെ എന്തൊക്കെയാണ് ഡിനോട്ട് ചെയ്യുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. x1 y1 z1 എന്താണ്? തന്നിട്ടുള്ള പോയിന്റ്. എയും ബിയും സിയും എന്താണ്? പാരലൽ വെക്ടറിന്റെ സ്കെയിലർ കോമ്പണൻസ്. ക്ലിയർ ആണല്ലോ മക്കളെ? യെസ്.